പ്രിയമുള്ളവരെ, നമുക്കിന്ന് തിരുവാതിര സ്പെഷ്യൽ കൂവ വിരകിയത് തയ്യാറാക്കിയാലോ? അതിനായി വേണ്ട സാധനങ്ങളാണ് നെയ്യ്, തേങ്ങാക്കൊത്ത്, കൂവപ്പൊടി, ശർക്കര പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടത്. തനി നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. മണത്തിനായി ഏലക്കപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം ഗ്യാസിൽ വയ്ക്കുക. അതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. ഇളക്കി ചേർത്ത് കൊടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വറ്റേണ്ട ആവശ്യം ഇല്ല. ഒന്ന് നന്നായി തിളച്ചാൽ തന്നെ മാറ്റി വയ്ക്കാവുന്നതാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറെ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കി വെക്കേണ്ടതാണ്. അതിലേക്ക് കൂവപ്പൊടി ചേർത്ത് കൊടുക്കുക. കട്ട അലിയുന്നത് വരെ ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടതാണ്. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. നന്നായി പൊടി ഇളക്കി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര അരിച്ചൊഴിക്കേണ്ടതാണ്. അരിച്ചൊഴിക്കുന്നത് അതിൽ അടിയിൽ കല്ലുണ്ടാവും. അത് പെടാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി ഗ്യാസ് ഓണാക്കുക. ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തീ കൂടാൻ പാടില്ല. പെട്ടെന്ന് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളക്കി ചേർത്ത് കൊടുക്കാൻ പറയുന്നത് എപ്പോഴും. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നൊരു വിഭവമാണിത്. വളരെ രുചികരമായൊരു വിഭവമാണിത്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നാടൻ കൂവയുടെ പൊടി ഒരു മരുന്ന് കൂടിയാണ്. ചൂടായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കേണ്ടതാണ്. വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടയാവും. അതിനുവേണ്ടി ചെറുതീയിൽ അല്പനേരം കൂടി ഇളക്കി കൊടുക്കുക. റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാവുന്നതാണ്. ഗ്യാസ് ഓഫാക്കി റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റുന്നതിന് വേണ്ടി ഒരു ഇല വെട്ടിയിട്ട് അതിലേക്ക് അല്പം നെയ്യ് തടവി ചൂടോടുകൂടി അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇലയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല രുചിയുണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വളരെ ആരോഗ്യകരമായ, രുചികരമായ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത്. ശരീരത്തിന് വളരെ നല്ലതാണ്. റെഡിയായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് വേണ്ട രീതിയിൽ മാറ്റാവുന്നതാണ്. തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് നമുക്ക് മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ രുചികരമായ, ആരോഗ്യകരമായ ഒരു വിഭവമാണിത്. എല്ലാവരും തയ്യാറാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.